السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 7/4/2017 വെള്ളിയാഴ്ച UAE ഖുതുബ തസ്ബീഹിന്റെ വിശാല അർത്ഥങ്ങളെയാണ് വിശകലനം ചെയ്യുന്നത്. മുഅ്മിനീങ്ങളെ, ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും ഗോളങ്ങളെയും അവയുടെ പ്രദക്ഷിണത്തെയും കുറിച്ചും സൃഷ്ടികളെയും സൃഷ്ടി വൈജാത്യങ്ങളെയും കുറിച്ചും ഭൂമിയെയും അതിന്റെ വിശാലതയെയും കുറിച്ചും ആലോചിക്കുന്നവൻ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ അളവറ്റ ഔന്നത്യത്തെ തീർച്ചയായും മനസ്സിലാക്കും. അവയുടെ യാഥാർത്ഥ്യവും സ്ഥിതിവിവരങ്ങളും അള്ളാഹുവിന് മാത്രമാണ് അറിയുക. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിനെ യഥായോഗ്യം അവിശ്വാസികൾ മനസ്സിലാക്കിയില്ല. വൽ അർദു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ, പുനരുത്ഥാന ദിവസം ഭൂമിയാകട്ടെ അവന്റെ പിടിയിലൊതുങ്ങുന്നതും വസ്സമാവാതു മത്വിയ്യാതും ബിയമീനിഹി, ആകാശങ്ങൾ അവന്റെ വലതുകരങ്ങളിൽ ചുരുട്ടപ്പെട്ടതുമാവും. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കാളികളാക്കുന്നതിൽ നിന്നൊക്കെയും അല്ലാഹു മഹോന്നതനത്രേ. മുഅ്മിനീങ്ങളെ, മലക്കുകളും അല്ലാഹുവിന്റെ സിംഹാസനവാഹകരും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به, അല്ലാഹുവിന്റെ സിംഹാസനം വഹിച്ചുകൊണ്ടിരിക്കുന്നവരും അവർക്ക് ചുറ്റുമുള്ളവരുമായ മാലാഖമാർ തങ്ങളുടെ നാഥന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. എന്തിനധികം ആകാശത്തു നിന്ന് മുഴങ്ങുന്ന ഇടിനാദം അവന് സ്തോത്രമർപ്പിക്കുന്നതിനൊപ്പം അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഭയപ്പാട് മൂലം മലക്കുകളും അള്ളാഹുവിന്റെ വിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകാശഭൂമികളിലെ മുഴുവൻ ചരാചരങ്ങളും പർവ്വതങ്ങളും പക്ഷികളും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. ഖുർആൻ പറയുന്നത് പോലെ, അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദി വത്ത്വയ്റു സ്വാഫാത്തിൻ കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹ, ആകാശഭൂമികളിലുള്ളവരും ചിറക് വിടർത്തിപ്പിടിച്ചുകൊണ്ട് പക്ഷികളും അള്ളാഹുവിന്റെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾ കാണുന്നില്ലയോ നബിയെ? കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹ, എല്ലാവർക്കും അവരവരുടെ പ്രാർത്ഥനയും പ്രകീർത്തനവും നന്നായി അറിയാം എന്നും ഖുർആൻ പറയുന്നു. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക, അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, സുബ്ഹാനല്ലാഹ് എന്നു പറയുക എന്നത് പ്രവാചകന്മാരുടെയും സജ്ജനങ്ങളുടെയും ചര്യയാണ്. നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം പറയുന്നിടത്ത് അള്ളാഹുവിനെ അദ്ദേഹം പ്രകീർത്തിക്കുമ്പോൾ മഹാപർവ്വതങ്ങൾ അദ്ദേഹത്തോടൊപ്പം ആ തസ്ബീഹ് ആവർത്തിക്കുമായിരുന്നുവത്രേ. അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്ന പക്ഷികൾ ആ തസ്ബീഹ് ശ്രവിക്കുകയും അതിനോട് പ്രത്യഭിവാദം ചെയ്യുകയും ഉണ്ടായിരുന്നുവത്രേ. യാ ജിബാലു അവ്വിബി മഅഹു വത്ത്വയ്ർ, ഖുർആൻ പറയുന്നത് പോലെ, ഓ പക്ഷികളെ, പർവ്വതങ്ങളെ, നിങ്ങൾ ദാവൂദ് നബിയോടൊപ്പം തസ്ബീഹ് ഏറ്റുചൊല്ലുവിൻ എന്ന് നാം കൽപ്പിച്ചു. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് തസ്ബീഹ് ചൊല്ലുവാൻ ആഹ്വാനം ചെയ്തു. ഖുർആൻ വിശദീകരിക്കുന്നത് പോലെ, ഫഖറജ അലാ ഖൗമിഹി മിനൽ മിഹ്റാബ് فأوحى إليهم أن سبحوا بكرة وعشيا
മിഹ്റാബിൽ നിന്ന് തന്റെ ജനങ്ങളിലേക്ക് തിരിഞ്ഞ് സക്കരിയ നബി അവർക്ക് ആഹ്വാനം നൽകി, ബോധനം നൽകി, നിങ്ങൾ രാവിലെയും വൈകുന്നേരവും റബ്ബിന്റെ പരിശുദ്ധിയെ വാഴ്ത്തണമെന്ന്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ധാരാളമായി പറയാറുണ്ടായിരുന്നു. റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ ഇശാ നിസ്കാര സമയം വരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെ ഞാൻ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സേവകനായി ഇരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ വാതിൽക്കൽ ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുന്ന് പറയുമായിരുന്നു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന്. ധാരാളമായി തസ്ബീഹ് ചെയ്യുന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്, നാം പിന്തുടരേണ്ട മാതൃകയാണ്. അല്ലാഹു മുഅ്മിനീങ്ങളോട് അത് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുർആൻ പറയുന്നത് പോലെ, യാ അയ്യുഹല്ലദീന ആമനുദ്കുറുല്ലാഹ ദിക്റൻ കസീറ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും വസബ്ബിഹൂഹു ബുക്റതൻ വഅസ്വീല, പ്രഭാത പ്രദോഷങ്ങളിൽ രാവിലെയും വൈകുന്നേരവും അവന്റെ മഹത്വം നിങ്ങൾ വാഴ്ത്തുകയും ചെയ്യുവിൻ എന്നാണ് ഖുർആനിന്റെ ആഹ്വാനം. അഥവാ രാവിലും പകലിലും കരയിലും കടലിലും രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ ഓർക്കണമെന്നും വാഴ്ത്തണമെന്നുമാണ് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നത് കൊണ്ട് ഒരു മുഅ്മിനിന്റെ ദിനം ആരംഭിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാളുടെ ദിനം ആരംഭിക്കുന്നതെങ്കിൽ അവന്റെ ഹൃദയം വിശാലമാകും, മനസ്സ് ശാന്തമാകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, ദൈവസ്മരണ കൊണ്ട് മാത്രമേ ഹൃദയങ്ങൾക്ക് ശാന്തി കൈവരൂ. ഹൃദയം ശാന്തമാവുമ്പോൾ ജനങ്ങളോട് ശാന്തമായും ആർദ്രതയോടെയും അവൻ പെരുമാറും. സകല ജീവജാലങ്ങളോടും കരുണയോടെ വർത്തിക്കുവാനും നന്മ ശീലമാക്കാനും അവൻ പരിശ്രമിക്കും. അതുവഴി അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ അവൻ ഉത്സാഹം കാണിക്കും. വൈകുന്നേരമാവുമ്പോൾ അള്ളാഹു ചെയ്തു തന്ന നന്മകൾക്ക് നന്ദി സൂചകമായി അവൻ വീണ്ടും തസ്ബീഹ് ചൊല്ലും. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ, പ്രഭാത പ്രദോഷങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തുവിൻ എന്ന ഖുർആനിന്റെ ആഹ്വാനമാണ് അവൻ അതിനു പ്രേരണയാവുന്നത്. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ പ്രശംസിക്കുക, തസ്ബീഹ് ചെയ്യുക എന്നതിന്റെ മഹത്വം എന്താണ്? തസ്ബീഹ് അതിമഹത്തരമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സംസാരം തസ്ബീഹാണ്. അബൂദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരു ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യുൽ കലാമി അഹബ്ബു ഇലല്ലാഹി അസ്സ വജൽ, ഉന്നതനായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം എന്താണ്, സംസാരം എന്താണ്? അവിടുന്ന് പ്രതിവചിച്ചുവത്രേ, മസ്തഫാഹു ലിമലായികതിഹി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സംസാരം അള്ളാഹു മലക്കുകളോട് ചെയ്യാൻ പറഞ്ഞ, മലക്കുകൾക്ക് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത സംസാരമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം പറയലാണെന്നും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് മറുപടി നൽകുകയാണ്. തസ്ബീഹ് വഴി നന്മകൾ അധികമാകും, തിന്മകൾ ഇല്ലായ്മ ചെയ്യപ്പെടും. വിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ, അയഅ്ജിസു അഹദുക്കും അൻ യക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന, അവിടുന്ന് ചോദിച്ചു അത്രേ, നിങ്ങളിൽ ആർക്കെങ്കിലും ദിനേന 1000 സുകൃതങ്ങൾ നേടിയെടുക്കുവാൻ, 1000 നന്മകൾ ചെയ്യുവാൻ സാധിക്കാതെ വരുമോ? അപ്പോൾ ആശങ്കാകുലരായ അനുചരന്മാർ ചോദിച്ചുവത്രേ, തിരുദൂതരെ, ഞങ്ങൾ എങ്ങനെയാണ് ഒരു ദിവസം ഞങ്ങൾക്ക് 1000 നന്മകൾ സാധ്യമാവുക? അവിടുന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, യുസബ്ബിഹു മിഅത തസ്ബീഹ, ചെയ്യേണ്ടത് ഒരു ദിവസം
100 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലലാണ്. ഫയുക്തബു ലഹു അൽഫു ഹസന, അതുവഴി അവന് 1000 നന്മകൾ, 1000 പുണ്യം രേഖപ്പെടുത്തപ്പെടും. ഔ യുഹത്തു അൻഹു അൽഫു ഖതിഅ, അല്ലെങ്കിൽ അതുവഴി അവന്റെ 1000 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയും, അല്ലാഹു ഒഴിവാക്കി കൊടുക്കും എന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി വീണ്ടും പറയുന്നു, മൻ ഖാല സുബ്ഹാനല്ലാഹ്, ഏതൊരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു ദിവസം ഫീ യൗമിൻ 100 മറ 100 പ്രാവശ്യം പറയുന്നുവോ, ഹുത്തത് ഖതായാ, അവന്റെ പാപങ്ങൾ മുഴുവൻ ഒഴിവാക്കപ്പെടും. വ ഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, അത് കടലിലെ നുര പോലെ എണ്ണമറ്റതാണെങ്കിൽ പോലും ഈ തസ്ബീഹിന്റെ ഫലമായി അല്ലാഹു അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, തസ്ബീഹ് അന്ത്യനാളിൽ നന്മ തിന്മകൾ വിലയിരുത്തപ്പെടുമ്പോൾ നന്മയുടെ താലത്തിന് ഭാരമാണ്. വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുന്നു, മൻ ഖാല ഹീന യുസ്ബിഹ്, അവിടുന്ന് പഠിപ്പിക്കുന്നു, മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി, രാവിലെയും വൈകുന്നേരവും ഏതെങ്കിലും ഒരാൾ പറയുന്നുവെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം, ലം യഅതി അഹദുൻ യൗമൽ ഖിയാമഹ ബിഅഫ്ദല മിമ്മാ ജാഅ ബിഹി, അന്ത്യനാളിൽ അവന്റെ കൂടെയുള്ള നന്മയേക്കാൾ ശ്രേഷ്ഠമായി, ഇങ്ങനെ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞയാളുടെ കൂടെയുള്ള നന്മയേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊരാളുടെ നന്മയും ഉണ്ടാവില്ല. ഇല്ലാ അഹദുൻ ഖാല മിസ്ല മാ ഖാൽ ഔ സാദ അലൈഹി, ഇദ്ദേഹം ചെയ്തതുപോലെ 100 അതിൽ കൂടുതലോ പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയ ആളുകളല്ലാതെ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. തസ്ബീഹ് കാര്യങ്ങൾ എളുപ്പമാക്കി തരും, ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും പരിഹാരം നൽകും. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിലകപ്പെട്ടപ്പോൾ അഭയം തേടിയത് തസ്ബീഹിലാണ്. ഫനാദാ ഫിൽ ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ് ളാലിമീൻ, അങ്ങനെ മത്സ്യവയറ്റിലെ ഇരുട്ടറയിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു, നാഥ, നീയല്ലാതെ ആരാധ്യനില്ല, അത്യധികം പരിശുദ്ധനാണു നീ, നിശ്ചയം ഞാൻ അതിക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു. ഉടനെ അള്ളാഹുവിന്റെ കാരുണ്യം അദ്ദേഹത്തെ തേടിയെത്തി. അള്ളാഹു അദ്ദേഹത്തിന് സംരക്ഷണമൊരുക്കി. فاستجبنا له ونجيناه من الغم كذلك ننجي المؤمنين. തൽസമയം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തയുടൻ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകുകയും ദുഃഖപാരമ്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയുമുണ്ടായി. സത്യവിശ്വാസികളെ അങ്ങനെയാണ് നാം സുരക്ഷിതരാക്കുക എന്നും ഖുർആൻ നമ്മോട് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. മുഅ്മിനീങ്ങളെ, പ്രാർത്ഥനകൾ തസ്ബീഹിനോട് ചേർന്ന് വരുമ്പോൾ ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുണ്ട്. ഏതു പ്രാർത്ഥനയാണ് ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയെന്ന്, ദഅവത്തുൻ മുസ്തജാബ ഏതാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞുവത്രേ, ദഅവത്തു ദിന്നൂൻ, മത്സ്യവയറ്റിൽപ്പെട്ട പ്രവാചകന്റെ അഥവാ സയ്യിദുനാ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് ഏറ്റവും ഉത്തരം നൽകപ്പെടാൻ സാധ്യതയുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ് ളാലിമീൻ, അല്ലാഹുവേ, നീയല്ലാതെ ആരാധ്യനില്ല, നീ പരിശുദ്ധനാണ്, ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു എന്ന പ്രാർത്ഥനയാണ്. എന്നിട്ട് പുണ്യനബി വിശദീകരിച്ചു, ഫഇന്നഹു ലം യദ്ഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഇല്ല ഇസ്തജാബ്, ഏതൊരു വിശ്വാസി അല്ലാഹുവിനോട് ഈ പ്രാർത്ഥന നടത്തുന്നുവോ അതിന് അല്ലാഹു ഉത്തരം നൽകും എന്ന് ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു സുപ്രധാന വചനം ഈ വിഷയകമായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടുന്ന് പറയുന്നു,
കലിമതാനി ഖഫീഫതാൻ, നാവിന് എളുപ്പത്തിൽ പറയാവുന്ന 2 വാചകങ്ങൾ, സഖീലതാനി ഫിൽ മീസാൻ, നാളെ നന്മയുടെ ത്രാസിൽ അതേറെ ഭാരം തൂങ്ങും, ഹബീബതാനി ഇലർ റഹ്മാൻ, എന്നു മാത്രമല്ല അത് അല്ലാഹുവിന് ഏറെ പ്രിയപ്പെട്ടവയുമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്നിവയാണ് ആ 2 വാചകങ്ങളെന്ന്. സ്വർഗാവകാശികൾ സ്വർഗത്തിൽ വെച്ചു നടത്തുന്ന പ്രാർത്ഥനയിലും ഈ ആശയം കാണാനാവും. സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥന ഖുർആൻ പറയുന്നത് പോലെ ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം, സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥന സുബ്ഹാനകല്ലാഹുമ്മ റബ്ബേ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു എന്നാണ്. വതഹിയ്യതുഹും ഫീഹാ സലാം, സ്വർഗത്തിൽ അവരുടെ അഭിവാദ്യം സലാം പറയലുമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ ഏറ്റവും സുന്ദരമായും സമഗ്രമായും വാഴ്ത്തുന്നതിന്, തസ്ബീഹ് ചൊല്ലുന്നതിന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്, സുബ്ഹാനല്ലാഹി വബിഹംദി, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയും നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു അദദ ഖൽഖി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ എണ്ണമനുസരിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. വറിദാ നഫ്സിഹി, അല്ലാഹു തൃപ്തിപ്പെടുന്ന അത്രയും പ്രാവശ്യം അല്ലാഹുവിനെ നാം വാഴ്ത്തുന്നു. വസിനത അർശി, അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ ഭാരം കണക്കെ നാം അല്ലാഹുവിനെ വാഴ്ത്തുന്നു. വമിദാദ കലിമാതി, അല്ലാഹുവിന്റെ വചനങ്ങൾ എഴുതുവാൻ, അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ എഴുതുവാൻ വേണ്ട മഷി എത്രയാണോ അത്രയും നമ്മൾ അല്ലാഹുവിനെ വാഴ്ത്തുന്നു. മുഅ്മിനീങ്ങളെ, മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനകൾക്ക് കൂടെയുണ്ടാവേണ്ടത് അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തലാണ്. ഇത് ശീലമാക്കാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.